ബഹുമാനപ്പെട്ട മാനേജർ അച്ഛ, പ്രിൻസിപ്പൽ അച്ഛ, ബഹുമാനപ്പെട്ട വൈദികരെ, PTA പ്രസിഡന്റ്, KG കോർഡിനേറ്റർ, PTA വൈസ് പ്രസിഡന്റ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഗ്രാൻഡ് പേരൻസ്, അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, മനസ്സ് നിറയെ ആഹ്ലാദവും അഭിമാനവുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആഹ്ലാദത്തിന് കാരണം ഇവിടുത്തെ കുരുന്നുകളാണ്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് അവർ നൽകിയ ഹൃദയസ്പർശിയായ വെൽക്കം, ഞാനതിന് ആദ്യമേ അവർക്ക് നന്ദി പറയുന്നു. അഭിമാനത്തിന് കാരണം ഈ സ്ഥാപനമാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ കേരളത്തിലെ 1-ാം നമ്പർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറിയതിലുള്ള അഭിമാനം, അതിന് ഞാൻ നന്ദി പറയേണ്ടത് ഈ മാനേജ്മെന്റിനോടാണ്. പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സേവനമനുഷ്ഠിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛൻ, കച്ചപ്പള്ളി അച്ഛൻ, മാനേജർ, വൈസ് പ്രിൻസിപ്പൽ, എല്ലാവർക്കും ഈ നാടിന്റെ നാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്, അവരെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നോക്കുകയാണെങ്കിൽ CMI സമൂഹം തന്നിരിക്കുന്ന ആ നിസ്തുല സേവനങ്ങൾ, അവ നമ്മുടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനൊക്കില്ല. കേരളത്തിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നൊന്ന് ഏറ്റവും ഫലപ്രദമായ നിലയിൽ തരുന്ന മാനേജ്മെന്റാണ് CMI മാനേജ്മെന്റ്. ഞാൻ എപ്പോഴും CMI അച്ഛന്മാരെ കാണുമ്പോൾ തമാശയായിട്ട് പറയാറുണ്ട്, CMI ഫാദേഴ്സ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു വെളിച്ചമായി, നേട്ടമായി ആ സ്കൂൾ മാറി. ഞാനിവിടെ വന്നപ്പോൾ അച്ഛനോട് അവിടെ കച്ചപ്പള്ളി അച്ഛനോട് പറയുകയായിരുന്നു, കേരളത്തിൽ സ്കൂളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ CMIക്കാരൊരു സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ അത് കേരളത്തിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു സംഭാവനയാണ്. ഒന്നുകൂടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ഞാനൊരു അധ്യാപികയായി 30 വർഷം ജോലി ചെയ്ത ആളാണ്. എനിക്കറിയാം, അധ്യാപകരുടെ കൂട്ടായ യത്നത്തിൽ കൂടി മാത്രമേ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് സാധിച്ചെടുക്കാനും. അതുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതുവരെ ജോലി ചെയ്തിരുന്ന എല്ലാ അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർക്കും ഈ സമൂഹത്തിന്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാൻ കുറച്ചാക്കുന്ന, എനിക്ക് സമയം തന്നിരിക്കുന്നത് വളരെ കുറവാണ്. സാധാരണ മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. 1.5-2 മണിക്കൂർ കൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഇവിടെ ഒരു 15 മിനിറ്റ് കൊണ്ട് പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. നിങ്ങളിൽ മിക്കവാറും പേര് ഇപ്പോൾ ഡ്രൈവിംഗ് അറിയാവുന്നവരാണ്. സ്ത്രീകളും ഇപ്പോൾ ധാരാളമായി ഡ്രൈവിംഗ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ വളരെ അധികം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ നമുക്ക് ഒരു ദിവസം കയറി സ്റ്റിയറിംഗിന്റെ പുറകിൽ ഇരുന്നാൽ ഡ്രൈവിംഗ് പഠിക്കാനൊക്കില്ല. ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം അത് ലൈസൻസ് വാങ്ങിക്കുക, അതിനുശേഷം കുറെ നാളുകൾ ഓടിച്ചാലേ നാം അതിൽ വൈദഗ്ധ്യം നേടുകയുള്ളൂ. ഈ കഴിഞ്ഞ 10, 15, 20 വർഷമൊക്കെ കാർ ഓടിച്ചിട്ട് യാതൊരുവിധ അപകടങ്ങളും വരുത്തിയിട്ടില്ല എന്ന് അഭിമാനിക്കുന്നവര് ധാരാളം പേരെന്റെ മുന്നിലുണ്ടെന്ന് എനിക്കറിയാം. നമുക്കതിൽ അഭിമാനിക്കാം. പക്ഷേ വേറൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ അതിൽ നിങ്ങൾ എത്രത്തോളം അഭിമാനിക്കുമെന്ന് നിങ്ങൾ തന്നെ ഉത്തരം മനസ്സിൽ കണ്ടുപിടിക്കണം. ഡ്രൈവിങ്ങിനേക്കാളും വളരെ വളരെ പ്രധാനപ്പെട്ട, വളരെയധികം അത്യാവശ്യമുള്ള ഒരു തൊഴിലാണ് പേരന്റിങ്. ഡ്രൈവിങ്ങും പേരന്റിങ്ങും തമ്മിൽ ഒരു സാമ്യവുമില്ല. പക്ഷേ ഇത്രയധികം അത്യാവശ്യമുള്ള, പ്രാധാന്യമുള്ള പേരന്റിങ് എന്ന തൊഴിലിൽ പരിശീലനം നേടിയതിന് ശേഷം അത് തുടങ്ങുന്ന എത്ര പേരുണ്ട്? എന്തു പരിശീലനമാണ് നിങ്ങൾ പേരന്റിങ്ങിൽ നേടിയിട്ടുള്ളത്? അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള എന്ത് ശ്രമമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്? നിങ്ങൾക്കൊരു പക്ഷെ ഇവിടെ KGയിൽ പഠിക്കുന്ന കുട്ടികളല്ലാതെ അതിലും മുതിർന്ന കുട്ടികളുണ്ട് കാണാം. സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ
ഇത്ര നാളും പേരൻസായിട്ട് അവരെ വളർത്തിയിട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് അപജയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ അപജയങ്ങൾ പല മേഖലകളിലായിട്ട് കാണും. അത് അനുഭവിക്കുന്നവർക്ക് അതറിയാം. എനിക്ക് പറയാനുള്ളത്, നാം ജീവിതത്തിൽ പല കർമ്മങ്ങൾ ചെയ്യുന്നു, പല മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നു, പല ചുമതലകൾ ഏറ്റെടുക്കുന്നു. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഈ മാതാപിതാക്കളാകുക എന്നുള്ളത്. അവിടെ പിഴവുകൾ വരുത്തിയാൽ നഷ്ടം നമുക്ക് മാത്രമല്ല, അത് മൊത്തം സമൂഹത്തിനും അല്ലെങ്കിൽ മൊത്തം ലോകത്തിനു മുഴുവൻ അതൊരു നഷ്ടമാണ്. ലോകത്തോട് കാണിക്കുന്ന ഒരു വലിയ ക്രൂരതയാണ്. നമ്മുടെ വളർത്തലിലുള്ള പിഴവ് കാരണം കുറെ സാമൂഹ്യ ദ്രോഹികൾ അല്ലെങ്കിൽ ഒരു തരത്തിലും ലോകത്തിന് കൊള്ളരുതാത്തവർ ലോകത്തിലോട്ട് ഇറങ്ങുന്നു എന്ന് പറയുന്നത് വലിയൊരു ക്രൂരകൃത്യം തന്നെയാണ്. ഞാനിത് ആമുഖമായിട്ട് പറയുവാൻ കാരണം, പേരന്റിങ്ങിൽ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രായത്തിലുള്ള കിൻഡർഗാർട്ടനിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രയോജനവും ഉണ്ടാകുന്നത്. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ 10 പ്രമാണങ്ങൾ തരുകയാണ്. 10 പ്രമാണങ്ങൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ 12ഉം 13ഉം ഒക്കെ ആകും. ഇത് 10ൽ ചുരുക്കാൻ പറ്റുന്നതല്ല. ഇതിലാദ്യത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയുടെ അരൂപിയിൽ അവരെ വളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടയാളാണെങ്കിലും ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവന, ഏറ്റവും വലിയ സ്വത്ത് അവർക്ക് ആ ഈശ്വര വിശ്വാസം, ഈശ്വര ഭയം കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവരെ കൂടെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാകണം. ഇന്ന് അത് ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് ഇതിനെപ്പറ്റി പറയേണ്ടി വരുന്നത്. പ്രാർത്ഥനയ്ക്ക് ഇന്ന് സ്ഥാനമില്ലാത്ത ഒരു സ്ലോട്ടാണ് ഇന്ന് നമ്മുടെ കുടുംബ സംസ്കാരത്തിലുള്ളത്. അവിടെ TV ഒക്കെ ഈ സമയം അപഹരിച്ചിരിക്കുകയാണ്. എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കുക. ഇതൊരിക്കലും പാടില്ല. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ, പ്രാർത്ഥനയുടെ ആ രൂപി നിലനിൽക്കുന്ന കുടുംബത്തിൽ, ഇപ്പോൾ പല കുട്ടികൾക്കും വേദപാഠ ക്ലാസ്സിൽ പോയി പഠിക്കുന്നതല്ലാതെ പ്രാർത്ഥനകളൊന്നും വീട്ടിൽ നിന്നും അവർക്ക് കിട്ടുന്നില്ല. അതിന് അതീവ ഗൗരവം തന്നെ കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയായിരിക്കണം. മാതാപിതാക്കളാണ് കുട്ടികളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകേണ്ടത്. ഈ കുട്ടികൾ കൗമാരപ്രായത്തിലെത്തുമ്പോഴും അല്ലെങ്കിൽ അതിനുശേഷവുമൊക്കെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ആ ബന്ധം, അതിൽ വിള്ളലുണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മാതാപിതാക്കളെ കുട്ടികൾ ശത്രുക്കളായിട്ട് കാണുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 12ാം ക്ലാസ് പരീക്ഷയുടെ തൊട്ട് തലേന്ന് ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു പരാതിയിൽ എനിക്ക് ഇടപെടേണ്ടി വന്നു. സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ, ഞാൻ അവിടെ ചെന്ന് ക്ലാസ് എടുത്തത് കൊണ്ട് ആ സിസ്റ്ററിന് എന്നെ അറിയാം. സിസ്റ്റർ ഈ ഒരു അമ്മയെയും മകളെയും കൂടെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. വലിയ പ്രശ്നമാണ് അവർ നേരിടുന്നത്. പിറ്റേ ദിവസത്തെ പരീക്ഷ എഴുതുവാൻ ഈ മകളെ അമ്മ സമ്മതിക്കില്ല. അമ്മയ്ക്ക് കടുംപിടുത്തമാണ്, നീ പരീക്ഷ എഴുതേണ്ട. മകളുടെ ഒരു ബന്ധത്തിൽ ആ പ്രതിഷേധം കൊണ്ടാണ് അമ്മ ഇങ്ങനെ തീരുമാനിച്ചത്. മകൾക്ക് പരീക്ഷ എഴുതണം, പരീക്ഷ എഴുതിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണിയാണ് മകള്. പിറ്റേ ദിവസത്തെ പരീക്ഷ എഴുതിപ്പിക്കണമെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ഈ അമ്മയും മകളും തമ്മിലുള്ള ശത്രുത ഇല്ലാതാക്കുകയാണ്. രണ്ടുപേരും പരസ്പരം കൊല്ലാൻ നിൽക്കുന്നത് പോലെയുള്ള ശത്രുതയാണ്. വിശ്വസിക്കുവാൻ പ്രയാസം തോന്നും. ജന്മം കൊടുത്ത് വളർത്തിയ ഒരു മകളോട് ഇങ്ങനെ ഒരമ്മയ്ക്ക് ശത്രുത തോന്നും. എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി. എന്തൊക്കെ സംഭവിച്ചാലും ഇവളെ ഞാൻ പരീക്ഷ എഴുതിപ്പിക്കുകയില്ല എന്നുള്ള ആ അമ്മയുടെ ആ പ്രഖ്യാപനത്തിന് മുമ്പിൽ ഞാൻ പകച്ചു നിന്നെങ്കിലും ഞാൻ വിശ്വാസത്തോടെ
ആ ഒരു 2-3 മണിക്കൂർ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അവസാനം ആ ശത്രുതയിൽ തെല്ലൊന്ന് കുറവ് വരുത്താൻ പറ്റി. വാശി കുറഞ്ഞു. പരീക്ഷ എഴുതിക്കുവാൻ ആ അമ്മ സമ്മതിച്ചു. ഇനിയും അനേകം മണിക്കൂറുകൾ അവർക്ക് വേണ്ടി ചെലവഴിച്ചാലേ അതൊന്ന് നേരെയായി കിട്ടത്തുള്ളൂ. ആ കുട്ടി ഇപ്പോൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഞാനിത് പറയുവാൻ കാരണം, മാതാപിതാക്കൾ തീരെ ചെറിയ പ്രായം മുതൽ വളരെ ശ്രദ്ധയോടെ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്, തങ്ങളുടെ മക്കളെ സുഹൃത്തുക്കളായി മാറ്റിയെടുക്കുക. സുഹൃത്തുക്കൾ ഒരിക്കലും ശത്രുക്കളാകില്ല, അല്ലെങ്കിൽ അറിയാതെ അവർ ശത്രുക്കളായി മാറിപ്പോകും. സുഹൃത്തുക്കളാക്കുക എന്ന് പറയുന്നത് അതീവ നിഷ്ഠയോടെ ചെയ്താൽ മാത്രമേ സാധിച്ചെടുക്കാനൊക്കൂ. നിങ്ങളുടെ KGയിൽ പഠിക്കുന്ന കുട്ടികൾ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ എത്ര സമയം അവരുടെ കൂടെ ചെലവിടുന്നു? അവര് പറയുന്നത് കേൾക്കുന്നു. അവരുടെ കൂടെ ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ചെലവഴിച്ച് ഈ സ്കൂളിലെ വിശേഷങ്ങൾ അവര് പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതോ നിങ്ങൾക്കതിന് സമയമില്ലേ? അവര് പറയുന്നത് അർത്ഥമില്ലാത്ത ജൽപ്പനങ്ങളായി നിങ്ങളുടെ വിലയേറിയ സമയം ഉപയോഗിക്കുവാൻ ഗുണമേന്മയില്ലാത്ത ഒരു കാര്യമായി നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അല്ല, അവിടെയാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. നിങ്ങളുടെ മക്കൾ തിരിച്ചെത്തുമ്പോൾ നിർബന്ധപൂർവം അവരെ പിടിച്ചിരുത്തി അവര് പറയും. തീർച്ചയായിട്ടും അവർക്ക് പറയുവാനൊരു ആഗ്രഹമുണ്ട്, കേൾക്കാൻ ആളില്ലാത്തത് പ്രശ്നമേ ഉള്ളൂ. അവരോട് സംസാരിക്കുക. KG അങ്ങനെ തുടർന്ന് ഓരോ സ്റ്റാൻഡേർഡുമായി അത് വളർന്ന് അവര് കൗമാരപ്രായത്തിൽ എത്തുമ്പോൾ അവര് പറയും, ഞങ്ങൾക്ക് രഹസ്യങ്ങളൊന്നുമില്ല. എന്ത് രഹസ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ മാതാപിതാക്കളോട് ഞങ്ങൾ പറയും. ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാൻ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. കൗമാരക്കാരെ നിങ്ങൾ നിഷേധികളായോ, നിങ്ങളുടെ ശത്രുക്കളായോ, നിങ്ങൾ പറയുന്നതിന് എതിര് ചെയ്യുന്നവരായോ നിങ്ങൾ കാണില്ല. തീർച്ചയാണത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ അത് തുടങ്ങുക. നിങ്ങളുടെ മക്കള് എന്ത് കാര്യം പറഞ്ഞാലും അത് അതീവ ശ്രദ്ധയോടെ കേൾക്കുക. അതിന് അവരെ ആഗ്രഹിക്കുന്ന തരത്തിൽ, അവരെ തൃപ്തിപ്പെടുന്ന തരത്തിൽ മറുപടി പറയുക. ഇതൊരു തുടക്കമാണ്. ഈ തുടക്കം ഉപയോഗിച്ചാലേ അവരുടെ സുഹൃത്തുക്കളായി നിങ്ങൾക്ക് മാറാനൊക്കൂ. പിന്നെ അടുത്തത് കുട്ടികളുടെ പഠന വിഷയമാണ്. ഞാൻ 100 കണക്കിന് മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. കുട്ടികളുടെ പഠനം കാരണം മാത്രം അവരെ ശത്രുക്കളാക്കി മാറ്റുന്നവര്, അവരെ പീഡിപ്പിക്കുന്നവരെ. നമ്മൾ ഇന്ന് ധാരാളം സ്ത്രീ പീഡനം, സ്ത്രീധന പീഡനം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അതിനേക്കാളും ഗുരുതരമാണ് ഈ കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള അതിക്രൂര പീഡനം നിർവഹിക്കുന്നത്. ശാരീരിക പീഡനവും മാനസിക പീഡനവും. കാരണം മാതാപിതാക്കളുടെ അതിമോഹങ്ങളാണ്. 1-2 കുട്ടികൾ മാത്രമുള്ളപ്പോൾ അവരെല്ലാവരും വലിയ വലിയ സ്ഥാനങ്ങളിൽ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നത് തികച്ചും ന്യായമാണ്. പക്ഷെ അതിന് സ്വീകരിക്കുന്ന മാർഗം തെറ്റിപ്പോകുന്നു. കുട്ടികൾക്ക് ഒരിക്കലും അവരുടെ പഠനം ഒരു ഭാരമാണെന്ന് തോന്നത്തക്കവണ്ണം നിങ്ങൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അതൊരു വിനോദമായിട്ടോ ഉല്ലാസമായിട്ടോ മാറ്റിയെടുക്കുക. അതിനുള്ള ബുദ്ധിയും വിവേകവും നിങ്ങൾക്കുണ്ടാകണം. ഞാൻ പറയുന്നു, നിങ്ങൾ മാതാപിതാക്കൾ കുട്ടികളുടെ കൂടെ കളിക്കാനുള്ള സമയവും കണ്ടുപിടിക്കണം. കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചു സമയം അവരുടെ കൂടെ കളിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം, നീ അടുത്ത കളി നമുക്ക് കുറച്ച് പഠനമാണ്, നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനെ വളരെ ലാഘവത്തോടെ അവർ കാണുന്നു. കുട്ടികളുടെ പഠനത്തിൽ അവർ മോശമാണെന്ന് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ കേൾക്കാൻ ഇടവരരുത്. നിങ്ങൾക്കത് ടെൻഷനായിട്ട് തോന്നുമ്പോൾ, നിങ്ങൾക്കത് ഉത്കണ്ഠയായി മാറുമ്പോൾ ഈ കുരുന്നുകൾക്ക് അതിന്റെ 100 ഇരട്ടി ഉത്കണ്ഠയും ടെൻഷനുമായിട്ട് അത് മാറുന്നു. പഠനം അവർക്കൊരു ഭാരമാകുന്നു. മാതാപിതാക്കളാണ് അതാക്കുന്നത്. ഒരിക്കൽ എന്റെ ഒരു ഓൾഡ് സ്റ്റുഡന്റ് എന്നെ അന്വേഷിച്ചെത്തി. എറണാകുളത്ത് എന്റെ വീട്ടിൽ ഒരത്യാവശ്യ സഹായം വേണം. പുള്ളിക്കാരി ഒരു ബാങ്കിന്റെ മാനേജരായിട്ട് ജോലി ചെയ്യുന്നു. ഒരൊറ്റ കുഞ്ഞേ ഉള്ളൂ. അത് KGയിൽ പഠിക്കുന്നു. എറണാകുളത്തെ പ്രസിദ്ധമായ ഒരു KGയിൽ പഠിക്കുകയാണ്. എന്നോട് ആവശ്യപ്പെട്ട, മിസ്സേ, എങ്ങനെയെങ്കിലും KGയിൽ പഠിക്കുന്ന എന്റെ മോൾക്ക് ഒരു ട്യൂഷൻ മിസ്ട്രസിനെ ഏർപ്പെടുത്തി തരണം. ഏറ്റവും നല്ല ട്യൂഷൻ മിസ്ട്രസിനെ. അതിശയോക്തിയായിട്ട് നിങ്ങൾ എടുക്കരുത്. കാരണം മാതാപിതാക്കളുടെ ടെൻഷനാണത്.
ഈ പഠനത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അവർക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങളൊക്കെ അവരുടെ കണ്ണുകളിൽ കൂടി കാണും.